ഇപ്പൊ നമ്മള് പോകാൻ പോണത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയണ്ട. ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കൊറേ പരിപാടികളുണ്ട് അല്ലേ? എന്ത് കറിയത്? സ്പെഷ്യൽ മാങ്ങ കറിയൊക്കെ ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അല്ലേ? അത് സുലഭ പുതിയ കോസ്റ്റ്യൂം. അത് എങ്ങനെയുണ്ട്? നല്ലതാണ്. ബേബി ബമ്മ, കുഞ്ഞി ബമ്മല്ല. അതെ അതെ അതെ, ഞാനുണ്ട്. അതെ അതെ, അകത്തൊരു സാധനം എടുക്കാൻ പോയത് പറയൂല, എടുത്തില്ല, ഓടിയതാണ് ഇങ്ങാട്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് എല്ലാവർക്കും സന്തോഷമായിട്ട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും പ്രാർത്ഥന വേണം, എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ അല്ലേ? ഇന്നിത്തിരി ആവശ്യമായിട്ടിരിക്കുന്ന ആള് സുഖമില്ലായ്മയായിരുന്നു. ഇപ്പൊ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സോട്ടെ അമ്മക്ക് ഇതിങ്ങനെ സൈഡിൽ കൂടെ പോയി കേല്ലേ? ഒയ്യോ മുട്ടി. അപ്പൊ സംബന്ധിച്ചാൽ ഇന്ന് രാവിലെ മുതൽ കുറച്ച് വാട്ടത്തിലായിരുന്നു. ഇപ്പൊ ഒന്ന് ഉഷാറായി, കഞ്ഞി കുടിച്ചപ്പോ ഉഷാറായി. കഞ്ഞി അങ്ങനെ അധികം കുടിക്കാൻ പാടില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കുടിച്ച് അല്ലേ? ഇത്തിരി അതെ അതെ അതെ. അപ്പൊ ഉഷാറായിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നമ്മള് പോകാൻ പോണത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയണ്ട. ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കൊറേ പരിപാടികളുണ്ട് അല്ലേ? കൊറേ പരിപാടികളുണ്ട്. വെറുതെ ഇരിക്കാൻ എന്നാലും കുറച്ച് നാളുകൾ അവള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതെല്ലാം നമുക്ക് കാണിച്ചൊക്കെ തരാം. ഇന്ന് അവിടെ ആയിരിക്കും, ഇന്ന് നൈറ്റ് വരെ അവിടെ ആയിരിക്കും. നമ്മളിപ്പോ ഒരു ഉച്ചക്ക് മുന്നേറ്റാണ് പോണത്. നാളെ ഉത്സവം, എന്നാലും അമ്പലത്തിൽ നിന്നുള്ള അങ്ങനെ ഒരു പേരില് പറഞ്ഞു പോണ്. അല്ലാണ്ട് അമ്പലത്തിൽ പോവും അങ്ങനെ പോകും. അതെ, അവിടെ പോയിട്ട് കുറച്ചേരൊക്കെ നിൽക്കാലോ. അവൾ എപ്പോഴും വിളിക്കാറുണ്ട്. നമ്മളങ്ങോട്ട് ഇപ്പൊ ചില സാങ്കേതിക കാരണത്താൽ പോകാൻ പറ്റാറില്ല. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ ഒന്നും ചിലപ്പോ പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. പറ്റില്ല, പിന്നെ പറ്റില്ല. പിന്നെ അതിനുശേഷവും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലും പിന്നെ കുറച്ച് ദിവസം പറ്റില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പൊ നേരെ വിടിയണം അങ്ങോട്ടേക്ക് അല്ലേ? അങ്ങോട്ടേക്ക് പോവാന്ന് ഓർത്ത്. അമ്മ അവിടെ എന്തോ കാര്യമായിട്ട് എടുക്കണ്ട. നമുക്ക് രണ്ട് വീട്ടിൽ കയറാൻ. നമുക്കല്ല, അമ്മ കയറിയിട്ട് വരും. അമ്മക്ക് അവിടെ രണ്ട് വീട്ടിൽ കയറാനുണ്ട്. അപ്പൊ സംഭവങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കിടക്കാൻ, നേരെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടച്ചിട്ട് ബാക്കിയാണത്. അതൊക്കെ ഇതാണ്. അപ്പൊ അതൊക്കെ സിമ്പിളാണ്. ചില സമയങ്ങളിൽ ഇവിടെ നിന്നുള്ള മറുപടികളൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഗ്യാസ് രൂപയാണ് അല്ലേ? അതെ, അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്കിനി പോവാം. അതെ അമ്മേ, സെറ്റ് ചെയ്ത അപ്പൊ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ തക്കുവിന്റെ വീട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മള് ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടാ. അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഒരാള് നല്ല ഗംഭീര പണിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. വിചാരിക്കും അയ്യോ തക്കു എന്താണ് കണ്ണനും എല്ലാവരും വന്നിട്ട് അവനെ കൊണ്ട് പണിയെടുപ്പിക്കണ എന്താന്ന് വിചാരിക്കും. അങ്ങനെ എല്ലാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം ഞാൻ. ഫസ്റ്റ് തന്നെ മാങ്ങയുടെ ജ്യൂസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ജ്യൂസ്, പപ്പടം വറുത്തത്, ബീഫ് കറി, മക്രോണി കറി, ചിക്കൻ കറി. മൂത്ത മോളാണ്. അതിപ്പോ അവൻ എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ചിക്കൻ വറക്കാൻ പോണേ. ചിക്കൻ വറുത്ത തിന്നണം. അവന് മറ്റുള്ള കറികളൊക്കെ പുച്ചിട്ടുണ്ട് പറയണത്. ശേഷം ചിലപ്പോ ബീഫ് പൊട്ടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പോ അതായിരിക്കും കഴിക്കാൻ പോണത്. അല്ല അത് വേണ്ട, ചിക്കൻ വറുത്തല്ല തിന്നാന്ന് പറഞ്ഞത്. സുനിച്ചേട്ടൻ വരും കുറച്ച് കഴിയുമ്പോ. മക്രോണി, അയ്യോ വേറൊരു കൂട്ടുള്ളതേ, പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അമ്മ വെച്ചാൽ മാത്രം മതി. അതാണ് അമ്മയുടെ കൈകളിലാണ്. ഞാൻ എഴുന്നേറ്റ് നിന്നെന്ന് വിചാരിച്ചോ? ചിക്കൻ വേണ്ടിട്ട് ഇനി കുറച്ച് സവാളയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി റെഡിയാക്കി കൊടുക്കാന്ന് കരുതി.
മാങ്ങക്കറിക്ക് മാങ്ങക്കറിക്കുള്ള നിർദ്ദേശമാണ്. ഇതിന് വറ്റൽമുളക് ഇത്തിരി വേപ്പില് മാങ്ങക്കറി ready. എവിടെയാണ് കറി? അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി പണികളൊക്കെ കഴിഞ്ഞിട്ട് കാണാട്ടാ. ഓ ഗൈസ് ഇവിടെ നല്ല പൊട്ടിത്തിരക്ക് നടന്നുകൊണ്ടിരിക്കണം. അമ്മ എന്തുണ്ടാക്കിയാണ്? മാങ്ങാക്കറി. മാങ്ങാക്കറി ഒക്കെ ഉണ്ടാ അളിയന് സ്പെഷ്യൽ മാങ്ങാക്കറി ഒക്കെ ഇവിടെ. ഓക്കെ മാങ്ങ ഇടാം. ഓ ഞാൻ വന്നപ്പോ കണ്ടിട്ട് ഇടാ ഉദ്ദേശിച്ചിട്ടേന്നോണല്ലേ ആണാ? സംഭവം നോക്കി ഇവിടെ സെറ്റ് ചെയ്തിരിക്കണ്ട. സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് നോക്കുന്നത് ഇവിടെ അല്ലേ മാ? സാധാരണ മാങ്ങ നമുക്ക് എന്താ പാളുന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. ദാസൊക്കെ പാടും പക്ഷെ അരക്കില്ല കറിയായിരിക്കും. 3 6 6 മാങ്ങയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അതെ അതെ ഇഷ്ടം 3 2 4 ഓക്കെ ഡി കുഴപ്പമില്ല. വാസ്തുപ്രകാരം കറക്റ്റാണ്. ആ സംഭവം സെറ്റായിട്ട് കേട്ടാ. അതെ ഇവിടെ കറിയൊക്കെ വെച്ചാൽ നമുക്ക് വെച്ച് ആയിക്കാൻ നമുക്ക് കാണാം അല്ലേ? അപ്പൊ അത് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചോണ്ടിരിക്കാൻ ഇവിടെ അല്ലേ? ഒരാളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആള് എത്തിയിട്ടില്ല. വരാ കഴിക്കുക. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇവിടുത്തെ കറികളും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ പറഞ്ഞു. മക്രോണി പിന്നെ അമ്മയുടെ മാങ്ങക്കറി കയ്യിൽ മാത്രം കാണുന്നുണ്ടോ? അയ്യോ മാങ്ങക്കറി ഉണ്ട് ഇതില്. പിന്നെ ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, ചിക്കൻ അല്ല ബീഫ് കറി ഉണ്ട്. ബീഫ് ചിക്കൻ കറി ഉണ്ട്. ഓ സോറി ബീഫ് കറി ഉണ്ട്. ചിക്കൻ കറി മറന്നേക്കടവൻ. ചിക്കൻ കറി അത് മറന്നു. ചെലങ്ക കാണാനില്ലാത്ത പോലെ. ചെലങ്ക കാണാനില്ലാത്ത പോലെ. അത് തന്നെ. അതെ അപ്പൊ ഇവിടെ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കണം. അപ്പൊ കഴിക്കട്ടെ അല്ലേ? അതല്ലേ ഗൈസ് എല്ലാവരും വിചാരിക്കും കണ്ണനൻ. എല്ലാവരും വിചാരിക്കും ഇപ്പൊ എന്താണ് സംഭവം, ഇങ്ങനെ കണ്ണൻ എന്താണ് ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടണേന്ന് വിചാരിക്കും. അമ്മ എവിടെയാണ് പോകാൻ പോണെന്ന് പറഞ്ഞാണ്? ഭജൻസ് കാണാൻ പോണേണ്. അപ്പൊ അമ്മയോട് പറയണേ എന്തിനാണ് പോണത്, ഞാനിരുന്ന് പാടിത്തരൂലേ? അതെ ഇവിടെ എല്ലാവരും ഇരിക്കണ്ടോ. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് സുനിച്ചേട്ടൻ കുറച്ച് ലേറ്റ് ആയി. എന്നാലും ഭക്ഷണമൊക്കെ കഴിച്ച്. മോരറി എങ്ങനെ ഉണ്ടായിരുന്നു? മാങ്ങാക്കറി മാമ്പഴപ്പുളിശ്ശേരി സൂപ്പർ എന്ന് പറയാ. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അമ്മയാണെങ്കിൽ അപ്പൊ ഭജന കേൾക്കാൻ വേണ്ടി പോകാൻ പോണേ കേട്ടോ. ഓക്കെ ചിലപ്പോ ചോദിക്കാതെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആളെടുക്കണ്ടേ. മാമനെ ട്രോളുന്നൊരു പിന്നെ അതെ അതെ കണ്ണട ഒക്കെ നമുക്ക് പരിപാടിയില്ല. അപ്പൊ ഞാൻ മമ്മൂട്ടി സുധുല്ല. ശ്രുതി നിനക്ക് എന്തായാലും പറയാനുണ്ടാടി? നേരത്തെ പറഞ്ഞത് കണ്ണോ പ്രശ്നം കഴിഞ്ഞിരിക്കണെന്നാണ്. നിനക്ക് അമ്മനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാച്ചാവണ്ടട്ടാ. അതെ നല്ല അടിപൊളി സൂപ്പർ. അപ്പൊ നമുക്ക് പിന്നെ കാണാല്ലേ? അപ്പൊ നമ്മളിത് ഇന്നലെ
ചേച്ചിട്ട് ഇന്നൊക്കെ വന്ന് രാത്രിയായിട്ടാ വന്നപ്പോ പിന്നെ അതെ അതെ പിന്നെ കുറെ വീഡിയോ ഒന്നും എടുക്കാന്ന് വെച്ചാൽ എല്ലാം സംസാരിച്ചിരിക്കുന്നു കുറെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം സംസാരിച്ചു പിന്നെ വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും അങ്ങോട്ടൊക്കെ ഒന്ന് പോയി പുറത്തേക്ക് പോയി കറങ്ങി അടിച്ച് വന്നപ്പോൾ രാത്രി പിന്നെ അവിടെ താലമൊക്കെ കാണാൻ പോയി അങ്ങനെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ കൊച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു. ആള് കുറച്ച് വാടിയിരിക്കേണ്ട, ആൾക്ക് ക്ഷീണം കൂടിയിരിക്കണല്ലേ, അത് അതെ സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം, കൂടുതലൊക്കെ ഇനി വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഹാപ്പി തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വരാത്ത നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്, കൊണ്ടാട്ടം അടിച്ചു നോക്കിയേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചിലപ്പോൾ കാണുമ്പോ ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഇടണില്ലേ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ ആൾക്കാരിലേക്ക് എത്തണ്ട വീഡിയോ അല്ലേ? എത്തണുണ്ട്, എന്നാലും എത്താത്തവരും ഉണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.